അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് കുറേ മാസങ്ങളായി നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പും ബൈ ഇലക്ഷനും കാരണം ഇതിനു മുമ്പേ തെരഞ്ഞെടുപ്പിൽ ഈ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഭീഷണത, ആ ഒരു ആഗ്രഹം ഈ ഇൻഡസ്ട്രിക്ക് ബലവും കരുത്തേരും എന്നുള്ളതിന്റെ കാരണത്തിൽ തന്നെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഇപ്പോൾ അതിന് സുലഭമായ ഒരു അവസരം വന്നെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ അവസരത്തിൽ ദയവായി ക്ഷമാപൂർവ്വം ഏതായാലും രാവിലെ മുതൽ ഇരിക്കുന്ന വെള്ളം പോലും കുടിക്കാതെ ചോറ് പോലും കഴിക്കാതെ ഇവിടെ ത്യാഗോജ്ജലമായി ഇരിക്കുന്ന ഈ മഹാജലാവലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയും അദ്ദേഹത്തെ കാലോട് കാത്തിരിക്കുകയും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്ന സർക്കാർ തലത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന നടപടിയെ സ്വാഗതം ചെയ്യാനായി ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം വന്നെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സ്ഥല എവിടെ ആന്റിനാച്ചു നേതൃത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നു. LDFിന്റെ ഒരു യോഗം, അസാധാരണമായ ഒരു യോഗ നടപടി നടക്കുന്നതുകൊണ്ടാണ് ചെറിയ കാലതാമസം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ സംവിധാനത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും, പക്ഷെ പൊതുജന സമക്ഷം ഡയറക്ഷനിൽ എന്താണെന്ന് അറിയുക. അത്തരത്തിൽ പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി ഇനിയും നമ്മൾ വീണ്ടും ബോധവൽക്കരണ വീഡിയോയായിട്ട് കടന്നു വരും. അതിനൊരു സൂചനയാണ് ഇന്നിവിടെ ഈ മാർഗരേഖയോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്ന ഇവിടെ ബോധവൽക്കരണ വീഡിയോ. അത് ലീഗൽ മെട്രോളജിക്കും ഫുഡ് സേഫ്റ്റിക്കും ഇതിനെ നിയന്ത്രിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ബോധവൽക്കരണം നടത്താനായി ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ കൺസ്യൂമർ അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടുകൂടി വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണവും ട്രെയിനിങ്ങും കോഴ്സുകളും നടത്തുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധമാണെന്നതിലൂടെ അറിയിച്ചു കൊടുക്കുന്നു. ഒരു സർക്കാരുകളും മുന്നോട്ട് വരാത്ത സമയത്ത് ഈ സംസ്ഥാനം ഇത്രമേൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരാനുള്ള കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കുറേ മാസങ്ങളായി നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പും ബൈ ഇലക്ഷനും കാരണം ഇതിനു മുമ്പേ തെരഞ്ഞെടുപ്പിൽ ഈ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ തീക്ഷ്ണത, ആ ഒരു ആഗ്രഹം ഈ ഇൻഡസ്ട്രിക്ക് ബലവും കരുത്തേകും എന്നുള്ളതിൻ്റെ കാരണത്താൽ തന്നെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഇപ്പോൾ അതിൻ്റെ സുലഭമായ ഒരു അവസരം വന്നെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ അവസരത്തിൽ ദയവായി ക്ഷമാപൂർവ്വം ഏതായാലും രാവിലെ മുതൽ ഇരിക്കുന്ന വെള്ളം പോലും കുടിക്കാതെ ചോറ് പോലും കഴിക്കാതെ ഇവിടെ ത്യാഗോജ്ജലമായിരിക്കുന്ന ഈ ജനാവലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയും അദ്ദേഹത്തെ കാതോട് കാത്തിരിക്കുകയും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്ന സർക്കാർ തലത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന നടപടിയെ സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം വന്നെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സ്ഥല MLA ആന്റണി രാജുവും വന്നെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. LDFിൻ്റെ ഒരു യോഗം, അസാധാരണമായൊരു യോഗ നടപടി നടക്കുന്നതുകൊണ്ടാണ് ചെറിയ കാലതാമസം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ സംവിധാനത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷേ പൊതുജന സമക്ഷം ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത്തരത്തിൽ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി ഇനിയും നമ്മൾ വീണ്ടും ബോധവൽക്കരണ വീഡിയോ ആയിട്ട് കടന്നു വരും. അതിനൊരു സൂചനയാണ് ഇന്നിവിടെ ഈ